പല്ലികളെ കൊല്ലുന്നതിൻ്റെ വിധി എന്താണ്? പല്ലികളെ കൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായിട്ട് ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം, അമറഹ അൻ യഖ്തുലൽ ഔസാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ലികളെ കൊല്ലാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് കാണാം. ഇത് ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസുകളാണ്. അതുപോലെ തന്നെ മറ്റ് ഹദീസുകളിൽ കാണാം, ആദ്യത്തെ അടിയിൽ പല്ലിയെ കൊന്നാൽ 100 പ്രതിഫലമുണ്ട്, ശേഷം കൊല്ലുന്നതിന് അതിൻ്റെ താഴെ പ്രതിഫലമുണ്ട്, ശേഷം കൊല്ലുന്നതിന് അതിൻ്റെ താഴെ പ്രതിഫലമുണ്ട്. ഇതൊക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടത് വളരെയധികം നമുക്ക് ചെയ്യാവുന്ന പുണ്യകരമായ കാര്യമാണ്. ഇതിൻ്റെ പിന്നിൽ ഹിക്മത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് ഏറ്റവും നന്നായി അറിയുന്നത്. അതുപോലെ പല്ലി എന്ന് പറയുന്ന ജീവി ഉണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളതും തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്ത് തന്നെയായാലും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദീനുൽ ഇസ്ലാമിൽ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അതെൻ്റെ ബുദ്ധിക്ക് പൂർണ്ണമായി ചിന്തിച്ച് മനസ്സിലാക്കിയാലേ ഞാനത് ചെയ്യൂ എന്ന് തീരുമാനിക്കാൻ അവന് നിർവാഹമില്ല, അനുവാദമില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയാണ്. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ, പ്രവാചകൻ വിശ്വസിക്കുന്ന ഒരുവൻ അത് അതുപോലെ ചെയ്യുക.